അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പുതിയ ഒരു പരമ്പര തുടങ്ങുകയാണ്. നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന് ഇസ്ലാമിനെതിരെയുള്ള അല്ലെങ്കിൽ ഇസ്ലാം മത പ്രബോധന രംഗത്ത് ഇസ്ലാമികേതരമായ സമൂഹങ്ങളെ മുഴുവൻ ഇസ്ലാമിലേക്കും അതേപോലെ തന്നെ ഇസ്ലാമിലെ തന്നെ ഇതര മതവിഭാഗ ഇതര ഗ്രൂപ്പുകളെ, പ്രത്യേകിച്ച് സുന്നി ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളെയൊക്കെ യഥാർത്ഥ തൗഹീദ് എന്ന വഹാബിയൻ ആശയത്തിലേക്കും ഒക്കെ ഇസ്ലാഹിയത്ത് നടത്താനും ഇതര മതവിഭാഗങ്ങളെ ദഅവത്ത് നടത്തി ഇസ്ലാമിലേക്ക് ആകർഷിക്കാനും വേണ്ടി തുടങ്ങിയ ഒരു കലാപരിപാടി, സ്നേഹസംവാദം എന്ന് പറയുന്ന എം അക്ബർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു കലാപരിപാടി. അതിന്റെ വളരെ എന്താ പറയാ ശക്തമായ 1-2 പതിറ്റാണ്ട് കാലത്ത് ജൈത്രയാത്ര അവസാനിപ്പിച്ചുകൊണ്ട് നിച്ച് ഓഫ് ട്രൂത്തും പൂട്ടി മടയിലോട്ട് തിരിച്ചു കയറുന്ന വേളയിലാണ് നമ്മൾ അതൊക്കെ എടുത്ത് ഈഗോ ഹേർട്ട് ചെയ്ത് ആകെ പ്രശ്നമായി ഇപ്പൊ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുള്ളത്. മതപ്രബോധനം ഒക്കെ ഉപേക്ഷിച്ചു. മതപ്രബോധനവും ഇസ്ലാഹിയത്തും ഒക്കെ വിട്ട് ഇസ്ലാമിനകത്തു നിന്ന് ഇപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഇസ്ലാമിലുള്ള താല്പര്യം കുറഞ്ഞു വരികയും ഇസ്ലാമിൽ ചോദ്യം ഉന്നയിക്കുകയും ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തു പോവുകയും ചെയ്യുന്നു എന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തെ എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നതിനു വേണ്ടി ചില പരിശ്രമങ്ങളൊക്കെ നടത്തി. അതൊക്കെ പരാജയം അടഞ്ഞതിന് ശേഷം പുതിയതായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രമാണ് ഇസ്ലാം മത നിരാസം അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശനം ഈസ് ഈക്വൽ ടു നവനാസ്തികത ഈസ് ഈക്വൽ ടു പ്രശ്നക്കാർ. ഇങ്ങനെ ഒരു നരേഷൻ ഉണ്ടാക്കി ആ നരേഷനെ തെരുവിൽ വിചാരണ ചെയ്യുക എന്ന ഒരു കലാപരിപാടിയാണ്, ഇരുട്ടുകൊണ്ട് ഓട്ടയണക്കുക എന്ന് നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു കലാപരിപാടിയാണ് എം അക്ബർ സാഹിബും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ കലാപരിപാടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം എവിഡൻസ് എന്ന് മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്ത് എഴുതിയിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ലോഗോ ഒക്കെ ചെയ്തിട്ട് നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയും അവിടെ ചെന്ന് നിന്ന് നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശകർ ഒക്കെ പ്രശ്നക്കാരാണ് എന്ന് വെറുതെ പയ്യരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതും, ഇസ്ലാമിനെതിരെ സംശയത്തിൽ നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പൊതുവിൽ ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളിൽ നിന്ന് ആളുകൾ കേട്ട് മനസ്സിലാക്കിയതോ ആയിട്ടുള്ള കാര്യങ്ങളും പൊതുവിൽ ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള വിശ്വാസികൾക്ക് സാമാന്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുക എന്നതൊക്കെയാണ് കലാപരിപാടിയുടെ ആകത്തുക. അപ്പൊ അത്തരം ഒരു പരിപാടി പാലക്കാട് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച സമയത്ത് നോക്കൂ, ഈ നാസ്തികതയുടെ തെരുവ് വിചാരണ നമ്മൾ ഇസ്ലാമിന്റെ തെരുവ് വിചാരണ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു ചോദ്യം ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു. അപ്പൊ അത്തരം അഗ്രസീവ് ആയിട്ടുള്ള വാദഗതികൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനോഭാവം വളർത്തിയെടുത്തുകൊണ്ട് തെരുവിൽ വിചാരണ ചെയ്താൽ എന്തോ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഈ നവനാസ്തികത, അതായത് ഇസ്ലാമിനെതിരെയുള്ള ചോദ്യങ്ങളെയൊക്കെ നവനാസ്തികത എന്ന ഒരു ലേബലിലേക്ക് കൊണ്ടുകെട്ടി അത് ഇസ്ലാമോഫോബിയ ആണ് എന്ന് വരുത്തി തീർത്ത് ഇസ്ലാമോഫോബിയ പ്രശ്നമാണ് എന്ന് പറയുകയും ഇസ്ലാമോഫോബിയ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുക ചെയ്യുന്നതാണ്. ഇസ്ലാമിനെതിരെ വരുന്ന ചോദ്യങ്ങളും ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും ചോദ്യം ചോദിക്കുന്നവരും അതേപോലെ തന്നെ സംശയം ഉന്നയിക്കുന്നവരൊക്കെ ഈ പറഞ്ഞ നവനാസ്തികത, അതല്ലെങ്കിൽ നിരീശ്വരവാദം, അതല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധത, ഇസ്ലാം വെറുപ്പ്, ഇസ്ലാമോഫോബിയ, അതുവഴി ഫാസിസം എന്ന് തുടങ്ങിയിട്ടുള്ള ആശയത്തിലേക്ക് ആകൃഷ്ടരായവരാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ചോദ്യങ്ങളെയും സംശയങ്ങളെയും അടിച്ചമർത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടി. എന്തായാലും പാലക്കാട് ജില്ലയിലെ ISMുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ ഒരു പരിപാടി, നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന വിഷയം ഒരു ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ അവർക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, അത് മണ്ണാർക്കാട് തന്നെ എന്ന് തീരുമാനിച്ചു. എന്തായാലും അതുകൊണ്ട് നമ്മൾ നാസ്തികതയുടെ തെരുവ് വിചാരണ ഇവര് ആഴ്ചയിൽ 2-3 ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പം അവരുടെ സംസാരത്തിൽ മനസ്സിലായത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിനെ പുറകെ നടന്ന് പൊതുപരിപാടികൾ സംഘടിപ്പിക്കാനും തെരുവിൽ സ്റ്റേജ് കെട്ടി പരിപാടി സംഘടിപ്പിക്കാനുള്ള സംവിധാനം നമുക്ക് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ പുറകെ നടക്കാതെ തെരുവ് വിചാരണ, തെരുവിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്റ്റുഡിയോയിൽ മറുപടി പറയുന്ന ഒരു പരിപാടി, ഒരു പങ്ക്തി ആയിട്ടാണ് നമ്മളിത് ആലോചിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനിട്ടിട്ടുള്ള പേര് അക്ബറും ഇസ്ലാമും തെരുവിൽ എന്നതാണ്. അതിന് 1ാം ഭാഗമാണ് മണ്ണാർക്കാട് അവർ നടത്തിയിട്ടുള്ള പരിപാടി. മണ്ണാർക്കാട് ഒരു തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം അതൊക്കെ എല്ലാവർക്കും സുവ്യക്തമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും മണ്ണാർക്കാട് അത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പം അവിടെ തന്നെ ആയിക്കോട്ടെ, ആ പരിപാടി തന്നെ ആയിക്കോട്ടെ ആദ്യം എന്ന് തീരുമാനിക്കുന്നു. അതുപോലെ നമ്മൾ ഈ നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന രീതിയിൽ ഇവർ നടത്തിയിട്ടുള്ള പരിപാടിയുടെ അവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളും അതിന് കൊടുക്കുന്ന മറുപടികളും അതിന്റെ വിശകലനം ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ആലോചിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ എപ്പിസോഡാണ്. എന്തായാലും മണ്ണാർക്കാട് ആ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം, സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ആലോചിച്ചപ്പോൾ തന്നെ മണ്ണാർക്കാട് ഫിക്സ് ചെയ്തു എന്ന ആ ഭാഗം അദ്ദേഹത്തിന്, അതിന്റെ സംഘാടകരിൽ ഒരാൾ പറയുന്ന ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇത്തരത്തിലൊരു പ്രോഗ്രാം മണ്ണാർക്കാട് തന്നെ വെക്കണമെന്ന് ജില്ലാ കമ്മിറ്റിയും മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയും തീരുമാനിച്ചതാണ്. അതെ, പാലക്കാട് ഇസ്ലാം മത വിമർശകർക്കെതിരെയുള്ള ഒരു പരിപാടി വെക്കുമ്പോൾ മണ്ണാർക്കാടിനെ കവിഞ്ഞൊരു ചോയ്സ് വേറെ ഇല്ല. അതാരെയും കുറ്റമല്ല.
അത് സ്വാഭാവികമാണ്. അതിലെന്തായാലും എനിക്ക് ആ കാര്യത്തിൽ അവരോടൊക്കെ നന്ദിയുണ്ട്. അപ്പൊ എന്തായാലും മണ്ണാർക്കാടിന്റെ ഖ്യാതി വാനോളം ഉയരട്ടെ എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. എല്ലാ പരിപാടികളും മണ്ണാർക്കാട് നടക്കട്ടെ. മണ്ണാർക്കാടും പരിസരത്തുള്ള ചില ആളുകൾക്ക് ഒരു 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 സംശയം ഉണ്ട്, ഇവിടെ പരിപാടി നടക്കുവോ, സംവാദം നടക്കുവോ എന്നൊക്കെ. അപ്പൊ എല്ലാ പരിപാടികളും മണ്ണാർക്കാടും പരിസരങ്ങളിലുമായിട്ട് ഉണ്ടാവട്ടെ. ആളുകളുടെ ഇടയിൽ ചോദ്യവും അതിന്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവട്ടെ. വളരെ നല്ല രീതിയിൽ പരിപാടികൾ മുന്നോട്ട് പോട്ടെ. അൽഹംദുലില്ലാ, നല്ല ഒരു എഫക്റ്റാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം മൂലം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് യുവാക്കളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കയറിക്കൂടി തുടങ്ങിയിരിക്കുന്നു. ആധുനിക ജീവിതത്തിൻ്റെ ഈ തരത്തിലുള്ള പൊള്ളത്തരങ്ങളുള്ള വാദങ്ങൾ പല കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ലഭിക്കുന്ന സമയത്ത് നമ്മുടെ യുവാക്കളും അതുപോലെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കൂടുതൽ അതിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി തെളിവ് സഹിതം ശാസ്ത്രത്തിൻ്റെ തെളിവോടുകൂടി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ബർ സാഹിബിനെ വേദിയിൽ ഇരുത്തിയിട്ട് അദ്ദേഹം കൊടുത്ത ഒരു അവാർഡായിട്ട് ഞാൻ അതിനെ പരിഗണിക്കുകയാണ്. ഇത്തരം കലാപരിപാടികൾ അത് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈ തരത്തിലുള്ള ചിന്തയിലേക്ക്, അതായത് ഇസ്ലാം മത വിമർശന ചിന്തയിലേക്ക്, യുദ്ധത്തിന്റെ ചിന്തയിലേക്ക്, ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിലേക്ക്, ഇസ്ലാം വിട്ട് ഉപേക്ഷിച്ച് പുറത്തു പോകുന്നതിലേക്കൊക്കെ ഈ പരിപാടി വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അബദ്ധത്തിലാണെങ്കിലും പറഞ്ഞു പോയത്. അദ്ദേഹം ഉദ്ദേശിച്ചത് വേറെയാണ്, പക്ഷെ സത്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മൾ വേറെ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ നാക്കറിയാതെ സത്യം പറഞ്ഞു പോകും. അക്ബർ സാഹിബിന്റെ സ്നേഹസംവാദമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിങ്ങളെ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതും കഴിഞ്ഞ് എക്സ് മുസ്ലിങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള സംവാദങ്ങൾ അതിന്റെ ആക്കം കൂട്ടി. അപ്പൊ അതുകൊണ്ട് അത്തരം കലാപരിപാടികൾ, പിന്നെ അതിന്റെ വിശദീകരണ യോഗങ്ങൾ, പുസ്തകങ്ങൾ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ വേറെയും. അപ്പൊ അക്ബർ സാഹിബിന് ഈ കേരളത്തിലെ ഇസ്ലാം മത വിരുദ്ധ വിഭാഗം ഉയർത്തെഴുന്നേറ്റ് വരുന്നതിൽ കേരളത്തിലുള്ള ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് ഒരു ഒരു എന്താ പറയാ തീവ്ര ഇസ്ലാം വിരുദ്ധ വിഭാഗം ഉണ്ടായി വരുന്നതിലൊക്കെ അക്ബർ സാഹിബിന്റെ സേവനം എന്ന് പറഞ്ഞാൽ വലിയതാണ്. അത് നമ്മൾ കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം സൗഹാർദ്ദം തകർക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ആള് എം അക്ബർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അത് നമ്മൾ മാത്രം പറയുന്നതല്ല, ഇസ്ലാം മതത്തിനകത്ത് തന്നെയുള്ള മറ്റു സംഘടനകളും മതസമുദായ വിഭാഗത്തിലുള്ള മതസംഘടനകളും സമസ്തകളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് അക്ബറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിലൂടെ ഒരുപാട് ആളുകൾ ഇത്തരം ആശയങ്ങളിലേക്ക് ആകൃഷ്ടരായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പിന്നെ ഇരുട്ടുകൊണ്ട് ഓട്ടയിറക്കാൻ അക്ബർ സാഹിബിനെ തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതും വേറെ ആരാ ഉള്ളത്? ആകെയുള്ള ഒരു ബാസിലും സ്റ്റുഡിയോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങൂല. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇതിനിടയിൽ കൃത്യമായി ദീൻ പഠിക്കാത്ത, അല്ലെങ്കിൽ ദീനിനെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കാത്ത പലപ്പോഴും മുസ്ലിം പേരുള്ള ചില പെൺകുട്ടികളോ ആൺകുട്ടികളോ ഇവരുടെ പുകമറകളിൽ ചിലപ്പോൾ അറിയാതെ പോയി പെട്ടിട്ടുണ്ടാവാം. അവരെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ, ആ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അതെ, തിരിച്ചറിവ് വളരെ വൈകിയാണെങ്കിലും നല്ലതാണ്. ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും മതത്തിന്റെ കാര്യത്തിൽ സംശയം ചോദിക്കുമ്പോൾ, മതത്തെ വിമർശിക്കുമ്പോൾ, മതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവന്റെ എന്താ പറയാ കുടുക്കയും പാട്ടയും ബെഡും തലേണയൊക്കെ എടുത്ത് വീടിന്റെ വളപ്പിന് പുറത്തെറിഞ്ഞ് കടക്കട പുറത്ത് ഇനി മേലാൽ ഈ വളപ്പിൽ കാല് കുത്തരുത് എന്ന് പറഞ്ഞിട്ട് പടിയടച്ച് പിണ്ടം വെക്കുകയും, ആളുകൾ മരിച്ചാലും കല്യാണം നടക്കുമ്പോഴും ഒരു സന്തോഷത്തിലും അല്ലെങ്കിൽ ഒരു ദുഃഖത്തിലും ഒന്നും പരസ്പരം സഹകരിക്കാത്ത അന്യഗ്രഹ ജീവികളായി മാറ്റി നിർത്തുന്ന അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഭീരുത്വപരമായിട്ടുള്ള നടപടി നമുക്ക് ഇനി അവസാനിപ്പിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമ്മളെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകൂടാ. നോക്കൂ, ഇതിൽ ഏതെങ്കിലും ഒരു ആശയത്തിലോ ആദർശത്തിലോ ഒരാള് ആകൃഷ്ടനാകുമ്പോൾ അത് അയാളുടെ വൈകല്യമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഒരാൾ മതവിമർശനം നടത്തുന്നു, ആ മതവിമർശനം കേട്ടിട്ട് ആ മതവിമർശകന്റെ വാദഗതികളിൽ ചില ശരികൾ ഉണ്ടല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ അത് ഈ കേൾക്കുന്ന ആളുടെ വൈകല്യമായിട്ടാണ് ഇദ്ദേഹം ചതിയിൽ പെട്ടുപോകാന്ന് പറഞ്ഞത്. അപ്പൊ വഴിയരികിൽ നിന്ന് ഒളിച്ചിരുന്ന് ഖുർആൻ പരിഭാഷ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആളുകളെ കബളിപ്പിച്ച് കൂടെ പഠിക്കുന്ന കുട്ടികളെയും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളെയും കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളെയും ഒക്കെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പരിശീലനം കൊടുക്കുന്ന നിങ്ങൾ അതുവഴി അതിൽ ആകൃഷ്ടരായി വരുന്ന ആളുകളെ നിങ്ങൾ ചതിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാണ് എന്ന് നമ്മൾ പറഞ്ഞാലോ? നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പറയാൻ പറ്റൂ? നോക്കൂ, മനുഷ്യന്റെ ചിന്താശേഷിയെയും വ്യക്തിത്വത്തെയും ഇവര് ഈ ഇസ്ലാമിനകത്ത് സംശയം ജനിക്കുന്ന കുട്ടികളെയൊക്കെ അപമാനിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ പ്രശ്നവും. നിങ്ങൾ ഈ രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഒന്നും സംശയിക്കേണ്ട, കൂട്ടം കൂട്ടമായി കുട്ടികൾ ഇസ്ലാം വിട്ടു പോകും, ഇസ്ലാമിനോടുള്ള പ്രതിപത്തി കുറയും. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഈ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇസ്ലാമിന്റെ അന്ത്യം നിങ്ങളുടെയൊക്കെ കൈകൊണ്ട് തെരുവിൽ തന്നെ ആയിരിക്കും എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റു മതങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ചെറുപ്പം മുതൽ തന്നെ മതം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മദ്രസ സംവിധാനം തുടങ്ങി ആഴ്ചകളിലുള്ള ഖുതുബകളിലൂടെയോ മറ്റ് പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി മറ്റു മതങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ
ഈ മതവിദ്വേഷത്തിലേക്കും നാസ്തികതയിലേക്കും പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ പരിപാടിയുടെ സംഘാടകർ ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ചില രീതിയിൽ ഇവർ പോകുന്നുണ്ട് എന്നുള്ളത്. ചോദ്യം വളരെ പ്രസക്തമാണ്. ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇതാണ്: മറ്റു മതവിഭാഗങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള പ്രചണ്ഡമായിട്ടുള്ള മതവിദ്യാഭ്യാസ പരിപാടികളും അൽ ഫിത്ര തുടങ്ങി 2-3 വയസ്സ് തുടങ്ങി പിന്നെ മദ്രസയും അത് കഴിഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള ഖുത്ബ വഴിയും അതല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ഖുർആൻ ക്ലാസ്സുകൾ വഴിയും ഇങ്ങനെ നിരന്തരമായിട്ട് പ്രബോധനവും ഇസ്ലാഹിയത്തും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും അവബോധം ഉണ്ടാക്കുകയും അങ്ങനെ ദീനീ ചിട്ടയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു തലമുറയായിട്ട് പോലും എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽ നിന്നില്ലാത്ത അളവിൽ ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകൾ പുറത്തോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുസ്ലിം പണ്ഡിത നേതൃത്വം കൃത്യമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും മറുപടി പറയുകയും ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ചോദിച്ചത് എൻ്റെ ഒരു സുഹൃത്താണ്, എനിക്കറിയാവുന്ന ആളാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം: എന്തുകൊണ്ട് മറ്റേത് മതവിഭാഗത്തിനുള്ളതിനേക്കാളും സുസജ്ജമായിട്ടുള്ള സംവിധാനങ്ങളും സംഘടനകളും എല്ലാം ഉണ്ടായിട്ടും അതിനനുസൃതമായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിട്ടും പ്രബോധനങ്ങൾ ഉണ്ടായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും പരിശീലനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ മതത്തിനെതിരായി സംസാരിക്കുകയും മതത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നത് എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. മുസ്ലിം സംഘടനാ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ ബാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതാണ് ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം അതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൂടി കേട്ടോ. ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെയായി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കോ സമർത്ഥിക്കുമ്പോഴേക്കോ ഇത്ര വലിയ ക്ലിയറായ മതത്തിന്റെ ആദർശം ഉൾക്കൊണ്ട നമ്മുടെ കൗമാരമോ യുവത്വമോ അവരിലേക്ക് പെട്ടെന്ന് വഴുതി വീഴുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആശയങ്ങൾക്കേക്കാൾ അവർ സമർത്ഥിക്കുന്ന വാദങ്ങൾക്ക് മികവുള്ളത് കൊണ്ടാണോ? അതല്ല ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആശയത്തെ നമ്മുടെ മക്കളിലേക്ക്, കൗമാരമാവട്ടെ യുവത്വമാവട്ടെ, അവരുടെ മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് വീഴ്ച സംഭവിക്കുന്നത് കൊണ്ടാണോ? ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഇസ്ലാമിന്റെ പോരായ്മയും അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ പോരായ്മയാണോ, അതോ എക്സ് മുസ്ലിങ്ങളുടെ ഇസ്ലാം വിമർശകരുടെ മേന്മയോ അവരുടെ ആശയത്തിന്റെ മേന്മയോ ആണോ? ഇതാണ് ചോദ്യം. ഉസ്താദ്മാരുടെ പോരായ്മയോ ഇസ്ലാമിന്റെ കുറവോ ആണോ, എക്സ് മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മതവിമർശകർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ മികവോ ആ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ മികവോ, ഇതേതെങ്കിലും ആണോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. അക്ബർ സാഹിബിന് ഒരു കാരണവശാൽ ഉത്തരം പറയാൻ കഴിയില്ല എന്ന് നമുക്ക് പൂർണ്ണമായ ഉറപ്പുള്ള കാര്യമാണ്. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നതും അതാണ് നമ്മൾ ഇനി ഒരു ഓട്ടപ്രദക്ഷിണത്തിലൂടെ കാണാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതബോധനം നൽകുകയും അത് കൃത്യമായി പരിപാലിക്കുകയും ആഴ്ചകൾ തോറും അത് വീണ്ടും അതൊന്ന് പുനരുജ്ജീവിപ്പിക്കുകയും സുസംഘടിതമായിട്ടുള്ള ഉലമാക്കളും ഉമറാക്കളും മഹല്ല് സംവിധാനങ്ങളും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഗുണകാംക്ഷയോടുകൂടി ഇടപെടുന്ന ഇസ്ലാഹി പ്രവർത്തനവും ഉമറാക്കളുടെ കോർഡിനേഷനും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ പുറത്തുനിന്ന് ഒരു ആശയം പറയുമ്പോഴത്തേക്ക്, ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾ, നമ്മുടെ വിശ്വാസികളായിട്ടുള്ള കുട്ടികൾക്ക് അതിനോട് ആകർഷണം തോന്നുന്നതിന്റെ കാരണം എന്താണ്? ഈ രണ്ട് ചോദ്യങ്ങളാണ്. കാരണം ഇവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കിയ കാര്യം 10, 20, 25 വയസ്സ് വരെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ മതം മാത്രം പഠിച്ച് പരിശീലിച്ചു വന്ന കുട്ടികൾ പുറത്തു നിന്ന് ഒരു ചോദ്യം എറിയുമ്പോഴത്തേക്ക്, ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കുമ്പോഴത്തേക്ക് അതിൽ ആകൃഷ്ടരായി പോകുന്നു എങ്കിൽ അതിന്റെ പിഴവ് എവിടെയാണ് തകരാറ്? ആ ചോദ്യം അഡ്രസ് ചെയ്യണം, അതിന് പരിഹാരം നിർദ്ദേശിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള അക്ബറിന്റെ മറുപടിയാണ് ഇനി. ഒരു ഓട്ടപ്രദക്ഷിണമാണ്, കൂടുതലൊന്നും പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എത്രയോ തവണ പറഞ്ഞതും കേട്ടതുമാണ്. ആവശ്യമുള്ള സമയത്ത് മാത്രം എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമുക്ക് കേൾക്കാം. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് അത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന്. അഥവാ എല്ലാവരിൽ നിന്നും വ്യത്യസ്ത സമൂഹങ്ങളെ എടുത്തുകൊണ്ട് പഠനവിധേയമാക്കിയാൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകാടിസ്ഥാനത്തിലാണെങ്കിലുമെല്ലാം എല്ലാ മതസമൂഹങ്ങളിൽ നിന്നും നാസ്തികർ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. രണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഇത് ജനസംഖ്യാനുപാതികമായിട്ടുണ്ടാകുന്ന ഒരു സാധാരണ പ്രതിഭാസം മാത്രമാണ് എന്നും ഇസ്ലാം മതത്തിൽ നിന്ന് ഇപ്പോൾ പ്രത്യേകമായിട്ട് കൂടുതൽ ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള കണക്കാണ്. അതൊരു എന്താ പറയാ, അതിഭാവുകത്വം കലർത്തി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ന് അക്ബർ സാഹിബ് സാഹചര്യത്തെ നിഷേധിക്കാൻ, ഒരു യാഥാർത്ഥ്യത്തെ കണ്ണടച്ച് നിഷേധിക്കാൻ ശ്രമിക്കുകയാണ്. അതല്ല വസ്തുത. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്,
ലോകമാകെ ഇസ്ലാമാണ് വളരുന്നത് എന്നും ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്ന ആ സമയത്ത് അതിന്റെ വസ്തുത വേറെയാണ്. അതിനുവേണ്ടി ഇവരെടുക്കാറുള്ള പ്യൂ റിസർച്ച് സെന്ററിന്റെ തന്നെ കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിക്കുന്നത് ഇസ്ലാമിൽ നിന്നാണ് എന്നുള്ളത് കണക്കാണ്. എന്ന് മാത്രമല്ല 2011 കണക്കിൽ പോലും പൊതു ജനസംഖ്യ അതിന്റെ കണക്കിൽ നിന്ന് വ്യത്യസ്തമായി ഈശ്വര നിഷേധമോ ദൈവനിഷേധമോ ദൈവത്തെക്കുറിച്ചുള്ള അവ്യക്തതയോ പ്രകടിപ്പിക്കുന്ന ആളുകളിൽ കൂടുതൽ പേർ മറ്റു സമുദായങ്ങൾ, ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളൊക്കെ 2-3% ഇസ്ലാമിൽ അത് 6% എന്ന് ഇതേ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക് വേറെയുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനം അനുസരിച്ച് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളിലെ 15 മുതൽ 16% വരെ ആളുകൾ കൃത്യമായ ഒരു ദൈവവിശ്വാസം പ്രകടിപ്പിക്കാത്തവരായിട്ടാണ് പുതിയ കണക്ക്. അതായത് ദൈവനിഷേധത്തിന്റെയോ സംശയത്തിന്റെയോ അവസ്ഥ മുസ്ലിം സമൂഹത്തിൽ കൂടി വരുന്നു എന്നുള്ളത് കണക്കാണ്. ഇന്റർനാഷണൽ സമൂഹത്തിലും അത് തന്നെയാണ് കണക്ക്. അപ്പൊ അക്ബർ സാഹിബ് ഇവിടെ പറഞ്ഞ കണക്ക് അടിസ്ഥാനപരമായി തെറ്റാണ്. മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ളതിന് സമാനമായോ അതിൽ കൂടുതലോ അളവിൽ ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തോട്ട് പോകുന്നു, ഇസ്ലാമിനെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിനകത്ത് നിന്ന് തന്നെ സംസ്കരണം അല്ലെങ്കിൽ നവീകരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവരുടെ കണക്കിൽ, അഹ്ലുസ് സുന്നയുടെ കണക്കിൽ മതവിരുദ്ധ പ്രവർത്തനമായിട്ട് തന്നെ പരിഗണിക്കണം. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശക്തമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് അക്ബർ സാഹിബ് അത് വെറുതെ പറയുകയാണെന്നൊരു കാര്യമില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, മറ്റെല്ലാ മതങ്ങളെയും പോലെ തന്നെ ഇസ്ലാമും എന്ന് പറയുന്നതിൽ വേറൊരു അപകടമുണ്ട്. ഇസ്ലാമിന് പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല എന്നുള്ള കുറ്റസമ്മതമാണ്. അപ്പൊ അതെന്തായാലും നമ്മൾ വിട്ടു. ബാക്കി മുസ്ലിം സമൂഹത്തിൽ നിന്ന് നാസ്തിക വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകളെ ഇന്ന് പ്രത്യേകമായ രൂപത്തിൽ മെഗാഫോണുകളായി ഉപയോഗപ്പെടുത്തി ഇസ്ലാമോഫോബിയയും ഇസ്ലാം വെറുപ്പും വളർത്താനായി ഉള്ള ഒരു സാമൂഹിക സാഹചര്യം ഉള്ളതുകൊണ്ട് അത്തരം പേരുകൾ നമ്മൾ കൂടുതലായി കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും എല്ലാവരിൽ നിന്നും, അത് ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ആ ജനസംഖ്യയുടെ ഒരു അനുപാതത്തിന് അനുക്രമമായി കൊണ്ട് തന്നെ നാസ്തികർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അതിനും ഒരു പെശകുണ്ട്. കാരണം മറ്റു മതങ്ങളിൽ നിന്ന് മതം ഉപേക്ഷിച്ച് പുറത്തു പോകുക എന്നതുപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോകുക. അപ്പൊ മറ്റു മതങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത് പോലെ ആളുകൾ മതം ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ ഇസ്ലാമിലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ അവസ്ഥ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നിലയിൽ എത്തിയിട്ടുണ്ട് എന്നതിന്റെ കൂടി തെളിവാണ്. കാരണം നമുക്കൊരു 20-25 കൊല്ലം മുൻപ് ഒരു വ്യക്തിക്ക് അവനവന്റെ മതവിശ്വാസം നഷ്ടപ്പെട്ടു എങ്കിൽ അത് തുറന്നു പറയാനോ എനിക്ക് വിശ്വാസമില്ല എന്ന് പ്രകടിപ്പിച്ച് ജീവിക്കാനോ കഴിയില്ല. എങ്ങനെ 20 കൊല്ലം മുമ്പിലോട്ട് പോകുന്ന ഇന്ന് പോലും ഈ നമ്മളിപ്പോ സംസാരിക്കുന്ന അവസ്ഥയിൽ പോലും പുറത്തുള്ള മുർത്തദ്ദുകളെക്കാൾ പ്രഖ്യാപിത എക്സ് മുസ്ലിങ്ങളെക്കാൾ ഒരു 15, 20 അല്ലെങ്കിൽ ഒരു 30, 40 ഇരട്ടി അധികം ആളുകൾ അപ്രഖ്യാപിതമായി ഇസ്ലാം മതത്തിലുള്ള വിശ്വാസമില്ലെങ്കിലും വിശ്വാസികളെ പോലെ അഭിനയിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായി ജീവിച്ചു പോകുന്നുണ്ട്. കാരണം അവർ വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ് ജീവിച്ചു പോകുന്നത്. ഉലമാക്കളും ഉമറാക്കളും ഉമ്മത്തും ചേർന്ന് അവരെ ജീവിതം വഴിമുട്ടിക്കും, ജീവിതം താറുമാറാക്കും, കോഞ്ഞാട്ടയാക്കും എന്ന് പേടിയുള്ളത് കൊണ്ടും ഉറ്റവരും ഉടയവരും ഒക്കെ രക്തബന്ധം പോലും മതവിശ്വാസത്തിന്റെ ഭാഗമായി മാത്രം നിർണയിക്കുന്ന മതത്തിന്റെ ഒരു പ്രശ്നം അതിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ അവിശ്വാസത്തെയോ സംശയത്തെയോ മറച്ചു പിടിച്ച് വിശ്വാസികളെ പോലെ അഭിനയിച്ച് ആ സമൂഹത്തിന്റെ ഭാഗമായി മുന്നോട്ട് ജീവിച്ചു പോകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതിൽ നിന്ന് പോലും ആളുകൾ പരസ്യമായിട്ട് ദൈവനിഷേധവും മതനിരാസവും ഒക്കെ പ്രഖ്യാപിച്ച് പുറത്തു വരുന്നു. അത് മറ്റു മതങ്ങളിലുള്ളത് പോലെ എന്താ പറയാ തത്തുല്യമായ തോതിലാണ് എന്ന കാലം ആനുപാതികമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഇസ്ലാമിനുണ്ടാക്കുന്ന കേട് വലുതാണ് എന്ന് ആ കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം. അപ്പൊ അതാണ് പറഞ്ഞ ഒരു പോയിന്റിലുള്ള പ്രശ്നം. ഇങ്ങനെ അക്ബർ സാഹിബിനെ പോലുള്ള ആളുകൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും പ്രശ്നത്തിന് ശരിയായ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിന് പകരം അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ ഉള്ള നാസ്തികരൊക്കെ അധാർമിക പ്രവർത്തനത്തിന് കള്ളുടിക്കാനും വ്യഭിചരിക്കാനും വേണ്ടി മതം വിട്ടവരാണ്, മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി മതം വിട്ടവരാണ് എന്ന് നുണ പറയുകയും ചെയ്യുമ്പോഴുള്ള ഒരു അപകടം ഈ ചോദ്യകർത്താവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ, ചോദ്യകർത്താവും അദ്ദേഹത്തിന്റെ പരിസരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ആലോചിച്ചാൽ അക്ബർ സാഹിബിന്റെ ഉത്തരം വെറും പുകയായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ അത് നമ്മൾ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല, ആവശ്യമെങ്കിൽ പിന്നീട് പറയാം. കാരണം ഇതിപ്പോ ഒന്നും നിർത്താൻ പോകുന്നില്ലല്ലോ. പുതിയ കാലത്ത് കൂടുതലായി സ്വാധീനിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വഴി അവരുടെ വെറുപ്പുൽപാദനം കൂടുതൽ ആളുകളിലേക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. എന്തുകൊണ്ട് പുതിയ കാലത്ത് നാസ്തികത വളരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ചോദ്യത്തെ വക്രീകരിച്ച് വളച്ചൊടിക്കല്ലേ. ഇസ്ലാമിൽ നിന്ന് എന്തുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു എന്നോ എന്തുകൊണ്ട് നാസ്തികത വളരുന്നു എന്നോ അല്ല ചോദ്യം. എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് കുട്ടികൾ, നിങ്ങൾ ഇത്രയും സംഘടിതമായ മതപ്രബോധനവും മതപരിശീലനവും മതവിദ്യാഭ്യാസവും കൃത്യമായിട്ടുള്ള
പരിപാലനമൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ട് ആളുകളിൽ വിശ്വാസച്യുതി ഉണ്ടാകുന്നു, എന്തുകൊണ്ട് സംശയം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് വിമർശനം ഉണ്ടാകുന്നു? ഇനി മുസ്ലിം സമൂഹത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം എടുത്ത് നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ ചൊരിക്കാൻ കഴിയില്ല. കാരണം അതിന്റെ എത്രയോ ഇരട്ടിയാണ് നിലവിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും അതിന്റെ പ്രമാണങ്ങളിലെ ചില വിഭാഗങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് പുറത്തു പോകുന്ന, ഇസ്ലാമിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഖുർആനും മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും അംഗീകരിക്കുമ്പോഴും ഇസ്ലാം എന്ന് പറയുന്ന ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള മതത്തെ പൂർണ്ണമായി അംഗീകരിക്കാത്ത അതിന്റെ കെടുതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിനകത്ത് തന്നെ നവീകരണം ആവശ്യമാണ് എന്ന് പറയുന്ന അകത്തു നിന്നുള്ള നവീകരണവാദികളുണ്ട്. അവരും മുനാഫിക്കുകളും പിന്നെന്താ പറയാ, സംശയത്തിൽ നിൽക്കുന്നവരും, രഹസ്യമായിട്ട് രിദ്ദത്ത് മറച്ചു പിടിച്ച് മുന്നോട്ട് പോകുന്നവരും, പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് വിമർശനം നടത്തുന്നവരും, ഇവരുടെ എല്ലാവരുടെയും കണക്കെടുത്താൽ അത് വലിയ പ്രശ്നമാണ്. ഇനി അതൊരു വലിയ പ്രശ്നമാണ് എന്ന് ഇവർ നേരിട്ട് പറയാതെ തന്നെ അതിന്റെ തെളിവാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത്. നോക്കൂ, വേറെ ഏതെങ്കിലും ദൈവവിശ്വാസ വിഭാഗമോ മതവിഭാഗമോ നാസ്തികരെ തെരുവിൽ വിചാരണ ചെയ്യണം എന്ന ഒരു ആശങ്കയിൽ ഓടി നടക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും മതവിമർശകരെയോ അതല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്നവരെയോ ദൈവവിശ്വാസം ഇല്ലാത്തവരെയോ ആക്ഷേപിക്കാനും അവഹേളിക്കാനും അവരെ നേരിടാനും അവരെ കായികമായി ആക്രമിക്കാനും സംഘടിതമായി പ്രവർത്തനം നടത്തുന്ന വേറെ ഏതെങ്കിലും മതവിഭാഗമുണ്ടോ? വേറെ ഏതെങ്കിലും ദൈവവിഭാഗമുണ്ടോ? എന്തുകൊണ്ടില്ല? അപ്പൊ ഈ മതനിരാസം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് മുമ്പെന്തുമില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നതിന്റെ തെളിവാണ് അക്ബർ സാഹിബ് തെരുവിലിറങ്ങിയിട്ട് നാസ്തികതയെ തെരുവ് വിചാരണ ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ രക്ഷിക്കാം എന്ന ഈ സ്വപ്നം കാണുന്ന പരിപാടി പോലും ഇസ്ലാം ചെന്ന് പതിച്ചിരിക്കുന്ന കുഴിയുടെ ആഴം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പ്രശ്നമുണ്ട്. നമ്മളൊരു പ്രശ്നത്തിനുള്ള പരിഹാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കുകയാണ്, പ്രശ്നത്തെ അഡ്രസ് ചെയ്യാണ്, പ്രശ്നത്തെ അനലൈസ് ചെയ്യുകയും യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അതിന് പകരം പ്രശ്നമില്ല എന്ന് പറയുകയും തെറ്റായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും റിസൾട്ട് ഇല്ലാത്ത പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്താൽ പ്രശ്നം കൂടുതൽ വഷളാവും. അതാണ് ഇസ്ലാമിന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നത്തിന് വ്യാപ്തി കൂട്ടുന്ന പണിയാണ് അക്ബർ സാഹിബ് ഈ പരിപാടിയിൽ കൂടെ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹസംവാദത്തിലൂടെ മുസ്ലിം ക്രിസ്ത്യൻ ശത്രുത വളർത്തി, ആളുകളിൽ സംശയം ജനിപ്പിച്ചു. ചോദ്യോത്തര പരിപാടികളിലൂടെ വിശ്വാസികളുടെ ഈമാൻ കളഞ്ഞു. സംവാദത്തിലൂടെ ഖുർആനിൽ തിരിമറി കാണിക്കുന്നതിലൂടെ ഖുർആനിൽ ആത്മാർത്ഥതയില്ലാത്ത ആളുകളാണ് പ്രബോധകരെന്ന് തിരിച്ചറിഞ്ഞ് ഖുർആന്റെ പൊള്ളത്തരം മനസ്സിലാക്കി ആളുകൾ ഇസ്ലാമത ഉപേക്ഷിച്ചു. ഇതൊക്കെ പരസ്യമായി രംഗത്ത് വന്നു. അതിനേക്കാളൊക്കെ ഇമ്പാക്ട് ഉണ്ടാവും ഇപ്പൊ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയും അതിൽ വരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന മറുപടി. പുതിയ കാലത്തെ മുതലാളിത്ത സംസ്കാരത്തിന്റെ ഭാഗമായി ഉടലെടുത്തു വന്ന ജീവിതത്തോടുള്ള, ജീവിത സുഖങ്ങളോടുള്ള അമിതാസക്തിയെ യുവതലമുറയുടെ മനസ്സുകൾക്കകത്തേക്ക് വളരെ സമർത്ഥമായി ഇൻജക്ട് ചെയ്യപ്പെടുമ്പോൾ, ആ അമിതാസക്തിയിൽ അധിഷ്ഠിതമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കുമ്പോൾ മതബോധനങ്ങൾ ആ അമിതാസക്തിയെ തീർച്ചയായും നിയന്ത്രിക്കുകയും മനുഷ്യർക്കുള്ള കൃത്യമായ ആസ്വാദനം, ജീവിതാസ്വാദനം എന്താണ് എന്ന് പഠിപ്പിക്കുകയും ആ ജീവിതാസ്വാദനം ഉണ്ടാകേണ്ടത് ദൈവിക മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുമ്പോഴാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതും വളരെ പ്രശ്നമാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം വളരെ പ്രസക്തമാണ്, ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അതിനെ അഡ്രസ് ചെയ്യാനല്ല ഇവിടെ ഇദ്ദേഹം ശ്രമിക്കുന്നത്. മതം ഉപേക്ഷിച്ചു പോകുന്നവരുടെ ഭൗതിക നിലവാരത്തെയും അവരുടെ സത്യസന്ധതയെയും ആത്മാർത്ഥതയെയും ചോദ്യം ചെയ്യുക. അവർ ഭൗതികമായ സുഖാസ്വാദനങ്ങള് ആസക്തി പൂണ്ട് തെറ്റിലേക്ക് വഴുതി പോകുന്നവർ മാത്രമാണ് ഇസ്ലാമികമായ വിശ്വാസങ്ങളിൽ, ഇസ്ലാമികമായ കാര്യങ്ങളിൽ സംശയം ഉന്നയിക്കുന്നത്, ഇസ്ലാമിക നിയമങ്ങളിൽ പരിഷ്കരണം ആവശ്യപ്പെടുന്നത് എന്ന ഒരു വളരെ തെറ്റായ, വളരെ അപകടകരമായിട്ടുള്ള ഒരു കാരണം നിരത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള മതവിശ്വാസികളല്ലാത്ത, ദൈവവിശ്വാസികളല്ലാത്ത മനുഷ്യരെ പഠനവിധേയമാക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ ഏത് സാധാരണക്കാരനും ഏതൊരു അയൽവാസിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇദ്ദേഹം പറയുന്നത് സുഖാസ്വാദനം, ആസ്വാദനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ എക്സ്ട്രീം ആയിട്ടുള്ള സുഖലോലുപത, ആസ്വാദനം, ഇതുമായി ബന്ധപ്പെട്ട ആസക്തിക്ക് പുറകെ പോകുന്നവർ ആ ആസക്തിക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് മതത്തെ തള്ളിക്കളയുന്നു എന്നാണ് പറയുന്നത്. എത്ര നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കണം. അതിൽ കൂടുതൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിന് ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ആ ഭാഗം കുറച്ച് കേൾക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി പറയേണ്ടത് ആസ്വാദനങ്ങളോടുള്ള ഒരു ആക്രാന്തം, അതാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക ഭൂമികയിൽ അവിടെ മതബോധനങ്ങൾ വിലക്കുകളും പ്രയാസങ്ങളുമായി അനുഭവപ്പെടുക സ്വാഭാവികമാണ്. അവിടെ ആ വിലക്കുകളും പ്രയാസങ്ങളുമായി അനുഭവപ്പെടുമ്പോൾ മനസ്സ് ഈ ആസ്വാദനങ്ങളോട് അമിതമായ പ്രതിപത്തി കാണിക്കുന്നു. മറുവശത്ത് മതം പഠിപ്പിച്ച ആശയങ്ങൾ
ഈ ആസ്വാദനങ്ങൾ പാടില്ലെന്ന് പറയുന്നു. ഇവക്ക് നടുവിൽ മതത്തിന്റെ മതത്തിന്റെ അടിത്തറ തന്നെ അപ്രസക്തമാണ് എന്ന രൂപത്തിലുള്ള ബോധനങ്ങൾ വരുന്നു. ആ ബോധനങ്ങളിലേക്ക് ആകൃഷ്ടരാവുക സ്വാഭാവികമാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര തെറ്റായ, എത്ര അപക്വമായ, എത്ര അവാസ്തവമായിട്ടുള്ള ഒരു ന്യായമാണ് നിരത്തുന്നത് നോക്കൂ. മനുഷ്യന്റെ സുഖാസ്വാദനത്തിനുമായി അതുമായി ബന്ധപ്പെട്ട ഇച്ഛകൾ, ദേഹേച്ഛകൾ അല്ലെങ്കിൽ ഭൗതിക സുഖാസക്തി നോക്കൂ. സുഖാസക്തിയെ മാത്രം മുന്നിൽ വെച്ച് ഭോഗസുഖാദികളെ വർണ്ണിച്ച് ഒരാശയത്തിൽ ആളുകളെ നിലനിർത്തുന്ന ഏക മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആസക്തി, ഭൗതികമായി ജീവിതത്തിലും മരിച്ചുപോയാൽ അവിടെയും ഭോഗസുഖാസക്തിയെ കുറിച്ച് മാത്രം പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. ആ ഭോഗസുഖാസക്തികൾ അല്ലെങ്കിൽ ഭോഗാസക്തി അത് പൊലിപ്പിക്കാൻ വേണ്ടി, അതിനൊരു മാധുര്യം കൂടാൻ വേണ്ടി അപ്പുറത്ത് ഭീതിതമായ നരക ശിക്ഷയുടെ വർണ്ണനയും നടക്കും. അപ്പൊ നരകം പറഞ്ഞ് പേടിപ്പിക്കുകയും സ്വർഗവും അതിലെ സുഖാസ്വാദന സംഭവങ്ങളെയും വിശദീകരിക്കുകയും അത് പറഞ്ഞ് പഴുപ്പിച്ച് വിശ്വാസികളെ പ്രലോഭിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം, അത് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന, ഈ ആസക്തി മാത്രം ലക്ഷ്യം വെച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടി പരിശീലനം കൊടുക്കുന്ന ഒരു മതം മറ്റുള്ളവരുടെ ദൈവവിശ്വാസത്തെയോ ദൈവവിശ്വാസ രാഹിത്യത്തെയോ മതകാര്യങ്ങളിലുള്ള സംശയങ്ങളെയോ അവരുടെ സുഖാസ്വാദനത്തിനോടുള്ള പ്രതിപത്തിയിലേക്ക് ചേർത്ത് കെട്ടി അവര് വളരെ അധാർമികമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് എന്ന് പറയാണ്. അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ലൈംഗിക അരാജകത്വവും മദ്യവും മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്കുള്ള ആകർഷണവും അതിന് ദൈവം തടസ്സമായി നിൽക്കുമ്പോൾ, മതം തടസ്സമായി നിൽക്കുമ്പോൾ, ദൈവമുണ്ട് എന്ന ബോധമുള്ള ഒരാൾ, ദൈവമുണ്ട് എന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കൊക്കെ പോകുമെന്ന് ഉറപ്പുള്ള ഒരാൾ, ആ വിശ്വാസമുള്ള ഒരാൾ, അയാളുടെ വിശ്വാസത്തെ നിഷേധിക്കുന്നു എന്നാണ്. ഈ ആസക്തിക്ക് വേണ്ടി യാഥാർത്ഥ്യത്തിൽ അയാൾക്കുണ്ടായിരുന്ന ഒരു ദൈവത്തെ അയാൾ തള്ളിക്കളയുന്നു എന്ന പടുവിഡ്ഢിത്തമാണ് ഇവിടെ അക്ബർ സാഹിബ് മുന്നോട്ട് വെച്ചത്. നിങ്ങൾ പറയുന്ന ദൈവവിശ്വാസവും നിങ്ങൾ പറയുന്ന മതവും ഒരു മനുഷ്യന്റെ യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കുന്നതല്ലാത്തതാണ് പ്രശ്നം എന്ന് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന കഥകൾ, നിങ്ങളുടെ സ്വർഗവർണ്ണന, നരകം, നിങ്ങളുടെ ഹൂറിമാരുടെ വർണ്ണന, ഇതൊക്കെ സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ യുക്തിക്ക് നിരക്കുന്നതല്ല. നിങ്ങൾ പറയുന്നതിൽ നിന്ന് നേരെ വിരുദ്ധമാണ് കാര്യങ്ങൾ. ഇത്തരം സുഖാസ്വാദനങ്ങളും ഭോഗാസക്തി പൂണ്ട് നടക്കുന്ന അത്തരം പ്രലോഭനങ്ങളും കേൾക്കുമ്പോൾ ആ മതത്തോട് മനുഷ്യർക്ക് വിരക്തി തോന്നുന്നു എന്നുള്ളതാണ്. അപ്പൊ വാസ്തവത്തിൽ ഭോഗവിരക്തിയാണ് ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്തോട്ട് നയിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരിച്ചു ചെന്നാല് സ്വർഗത്തിൽ ഹൂറികൾ, മദ്യപ്പുഴ, ഇവരിവിടെ അധാർമിക പ്രവർത്തനം, ആസ്വാദനം എന്ന് പറയുന്നത് എന്താണോ അത് തന്നെയാണ് അതിന്റെ എക്സ്ട്രീം എന്താ പറയാ ഭാവനാത്മകമായിട്ടുള്ള ലോകത്ത് ഇസ്ലാം വർണ്ണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ എത്ര ആസക്തി പൂണ്ട് നടക്കുന്ന ഒരാൾ ആ സ്വർഗം വേണ്ടാന്ന് വെക്കോ? ഇല്ലല്ലോ. ഇനി ആ സ്വർഗം വേണ്ടാന്ന് വെക്കാൻ ഇവിടെ അദ്ദേഹത്തിന് ഈ തരം ഏതെങ്കിലും ആസക്തിക്ക് തടസ്സമുണ്ടോ? ഇല്ല. ഇപ്പൊ ലൈംഗിക അരാജകത്വം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇസ്ലാമിൽ നിരന്തരമായി വിവാഹം കഴിക്കാം, ഒരു തടസ്സമില്ല. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു പങ്കാളിയുമായി ജീവിച്ചു പോകുമ്പോൾ, ചിലർ പങ്കാളികൾ ഇല്ലാതെ ജീവിച്ചു പോകുമ്പോൾ, ഇനി അല്ലെങ്കിൽ ഒരു പങ്കാളിയുമായി വേർപിരിഞ്ഞതിന് ശേഷം മാത്രം മറ്റൊരു പങ്കാളിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇസ്ലാം എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന പല മിടുക്കന്മാരും സുഖാസ്വാദനത്തിന്റെ ഉദ്ദേശത്തിൽ മാത്രം ഒന്നിലധികം ഭാര്യമാരെ ഒരേ സമയം സ്വീകരിക്കുകയും അതിന്റെ പേരിൽ പലരും കുടുംബ പ്രശ്നങ്ങൾ വരെ നേരിടുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് വസ്തുത. അത് ഈ മറുപടി കേൾക്കുന്നവർക്ക് ആ സ്റ്റേജിലേക്ക് നോക്കിയാൽ തന്നെ ആളുകളെ നമുക്ക് മനസ്സിലാവും. ഒരു കല്യാണം കഴിച്ചു, 2 കല്യാണം കഴിച്ചു, ആദ്യത്തെ കല്യാണം കഴിച്ച ഭാര്യയുടെ പിതാവ് പൂരെ തെറി വിളിക്കുന്ന മഹാന്മാര് പോലും ആ സ്റ്റേജിൽ ഉണ്ടാവും. അപ്പൊ ആ അർത്ഥത്തിൽ ആസക്തിക്ക് ഇസ്ലാം ഏതെങ്കിലും തരത്തിൽ തടസ്സമാണോ? അല്ല. മതപരമായി തന്നെ ഇപ്പം ലൈംഗികത എന്ന് പറയുന്ന ഒരു ആസക്തിയുമായി ബന്ധപ്പെടുത്തി പുരുഷന്റെ ലൈംഗിക തൃഷ്ണകൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ സംവിധാനവും ഒരുക്കി വെച്ച മതാണ് ഇസ്ലാം. 4 ഭാര്യമാര് ഒരേ സമയത്താവാം എന്ന് പറഞ്ഞാൽ 200 കല്യാണം വരെ കഴിച്ച ഒരു പേരക്കുട്ടിയുള്ള പ്രവാചകനാണ് മുഹമ്മദ്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ വെറുതെ പറഞ്ഞാലോ, ഇതിനൊക്കെ തെളിവുണ്ട്. അപ്പൊ കല്യാണം കഴിക്കാനും ലൈംഗിക സുഖാസ്വാദനത്തിനും ഇസ്ലാം തടസ്സമായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ തമാശയാണ്. ഭൗതിക ജീവിതത്തിൽ ഇതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയും പരലോകത്ത് ഇത് പറഞ്ഞ് കൊതിപ്പിക്കുകയും ചെയ്യുന്ന മതം. ആ ദൈവത്തെ ഉപേക്ഷിച്ച് സ്വതന്ത്രമായ ലൈംഗികത ആഗ്രഹിച്ച് ആരെങ്കിലും പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗൻവാടി കുട്ടികൾ പോലും വിശ്വസിക്കൂല എന്നാണ് സാഹിബ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി വിവാഹത്തിലൂടെ ഈ 4 എന്ന കണക്കുള്ളൂ. അടിമകളുമായി ബന്ധപ്പെടുത്തി എത്ര അടിമകളെ വേണമെങ്കിലും സ്വന്തമാക്കാനും മാർക്കറ്റിൽ പോയി വാങ്ങാനും ക്രയവിക്രയം നടത്താനും കൈമാറ്റം ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും പണയത്തിലെടുക്കാനും ഒക്കെ അനുവാദമുള്ള മതമാണ് ഇസ്ലാം. പുരുഷന്റെ ഏത് ആസക്തിയെ ഇസ്ലാം തടഞ്ഞു എന്ന് നിങ്ങൾ പറയണത്? അപ്പൊ പറയാവുന്ന ഏക സംഭവം മദ്യമാണ്. അപ്പൊ മദ്യം മരിച്ചു ചെന്നാൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സംഭവം എന്താണ്? മദ്യമാണ്. പിന്നെ ഈ മദ്യത്തിന് വേറെ പ്രശ്നമുണ്ട്.
മദ്യം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആസക്തിയായിട്ട്, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ ആസ്വാദന മാർഗമായിട്ട് 4 കല്യാണം 5 കല്യാണം 8 കല്യാണം പിന്നെ അതിനൊത്ത പിന്നെ അടിമ സ്ത്രീകളെ ലയത്തിൽ താമസിപ്പിക്കുകയും ചെയ്യുമ്പോൾ മദ്യം ആവശ്യത്തിന് ബാരൽ കണക്കിനുണ്ടെങ്കിൽ തന്നെ ആരും കുടിക്കൂല. നിങ്ങൾ അനുവദിച്ചാലും കുടിക്കൂല. കാരണം എന്താ? അത് യഥാർത്ഥത്തിലുള്ള സുഖാസ്വാദനത്തിന് തടസ്സമാകുമെന്ന് സാമാന്യമായിട്ട് എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. അപ്പൊ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ആസക്തി പൂണ്ടിട്ടാണ് ആളുകൾ മതം വിട്ടു പോകുന്നത് എന്നൊക്കെ പറഞ്ഞാല് അത് വല്ലാത്ത പറച്ചിലായി പോകും എന്നാണ് പറയാനുള്ളത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ചെയ്യാനുള്ള ദൗത്യം സുബൈർ അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ അവസാനം പറഞ്ഞു. യഥാരൂപത്തിലുള്ള മതബോധനത്തിലൂടെ കുട്ടികളുടെ ചെറുപ്പത്തെ കുറെ കൂടി കൃത്യമായി രേഖപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. ഇത് യഥാർത്ഥത്തിൽ അവിടെയാണ് അതിന്റെ സൊല്യൂഷൻ ഉള്ളത്. ഇത് ഞാൻ പറയുന്നത് എവിടെ കേവലം ഒരു പ്രതിരോധം എന്ന നിലക്കല്ല, മറിച്ച് ഇതാണ് വസ്തുത എന്നുള്ളതാണ്. ഇത് കേവലമായ പ്രതിരോധമല്ല, ഇത് സഹതാപാർഹമായിട്ടുള്ള ഗതികേട്. എന്താണ് പ്രശ്നം? ഇനി പരിഹാരം എന്താ? നമ്മൾ ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ ഉത്ബോധിപ്പിക്കണം. അതല്ലേ ചോദ്യകർത്താവ് ചോദിച്ചത്. നിങ്ങൾ മറ്റൊരു സംവിധാനങ്ങൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ഉത്ബോധനം നടത്തി, അധ്യാപനങ്ങൾ നടത്തി, പഠനം നടത്തി, കുട്ടികളെ പരിശീലിപ്പിച്ചു. അൽഫിത്ര മുതൽ 2 വയസ്സ് 3 വയസ്സിലും നിങ്ങൾ മതബോധനം കൊടുത്തു കൊണ്ടുവന്ന സമൂഹത്തിൽ ഒരാള് ഒരു ആസ്വാദനത്തിന്റെ കഥ പറയുമ്പോഴത്തേക്ക് ബോധ്യമുള്ള ദൈവത്തെ ഇട്ടെറിഞ്ഞ് ഓടിപ്പോകും എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളുടെ തന്നെ ദൈവവിശ്വാസത്തെ കളിയാക്കലാണ് എന്നാണ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി കുറച്ചുകൂടി കേൾക്കാണ്ട്. ഇതിങ്ങനെ തിരിച്ചു മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്കൂളുകളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ടോ? ഇന്ന് സർക്കാർ തലത്തിൽ തന്നെ അപകടകരമായ ലഹരിയെക്കുറിച്ച് സ്കൂളുകളിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ബോധവൽക്കരണം ചെയ്യുകയാണ്. എന്താണ് അതിന് കാരണം? ആ രൂപത്തിലായിരിക്കുന്നു ലഹരിയോടുള്ള പ്രതിപത്തി. അതേപോലെ തന്നെയാണല്ല, ലഹരി ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ അതിനെതിരെയുള്ള ബോധവൽക്കരണം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടായിരുന്നു. അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ലഹരി ഏതായിരുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ്. അന്ന് നമ്മളെ നമുക്ക് ബോധവൽക്കരണം തന്നിരുന്നത് ഏതൊക്കെ ലഹരി പദാർത്ഥങ്ങളാണ്, എന്തൊക്കെയായിരുന്നു എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ സാഹചര്യം. ഇനി ലഹരിയോടുള്ള പ്രതിപത്തി വളരുന്നതിന്റെ കാരണം അത് ദൈവനിരാസാണോ? ഇതൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടടക്കുക എന്ന് ഞാൻ പറയുന്നത് എത്ര ശരിയാണ് നിങ്ങൾ നോക്കൂ. സാമാന്യ ബോധവും യുക്തി ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ച് അവർ ലഹരിയെ സമീപിക്കില്ല. കാരണം ലഹരി അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ ജീവിതത്തെയും അയാളുടെ സന്തോഷത്തെയും അയാളുടെ സുഗമമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തെയും തടസ്സപ്പെടുത്തും. അത്തരം കാര്യത്തിൽ യുക്തിബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള, പൗരബോധമുള്ള ഒരാൾ ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കും. അതിന് അദ്ദേഹത്തിന് സാമാന്യ ബോധം മാത്രം ഉപയോഗിച്ചാൽ മതി. അതേ സമയത്ത് മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരി വർജിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏത് സമയവും ലഹരിക്കണിയിൽ വീഴാം. കാരണം ലഹരി എന്തുകൊണ്ട് ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ചോദ്യത്തിന് ഇവരുടെ മുമ്പിൽ ആകെയുള്ള ഉത്തരം അള്ളാഹു നിഷിദ്ധമാക്കി എന്നതാണ്. മതം ധാർമ്മികത പഠിപ്പിക്കുന്നതാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന ബഹുഭൂരിപക്ഷം തിന്മകളുടെയും അടിസ്ഥാന കാരണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ കൊല, അക്രമങ്ങൾ, ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, ലഹരിയുടെ അതിപ്രസരം തുടങ്ങി സകല പ്രശ്നങ്ങളുടെയും സാമൂഹ്യ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ ആ ഒരു പൗരനായി വളർന്നു വരുന്ന കാലഘട്ടത്തിനിടയിൽ ആ കുട്ടി ആർജിക്കേണ്ടുന്ന സാമൂഹികമായ ധാർമ്മികതയും ഭരണഘടനാനുസൃതമായിട്ടുള്ള കർത്തവ്യങ്ങളും കടമയും പൗരബോധവും വ്യക്തിത്വവും ധാർമ്മികതയും ഒക്കെ പരിശീലിപ്പിക്കുന്നതിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ പൂർണ്ണമായ പരാജയമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനം ഇവർ നടപ്പിലാക്കുന്നില്ല. കാരണം മതസംവിധാനങ്ങളിൽ ധാർമ്മികത കുട്ടികൾ പഠിച്ചോളും എന്നതാണ് പ്രശ്നം. മതധാർമ്മികത എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അത് ആളുകളെ തെറ്റിൽ നിന്ന് അവ്യക്തമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞിട്ടാണ് അകറ്റി നിർത്തുന്നത്. അതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടല്ല മയക്കുമരുന്നിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നൊരു മുസ്ലിം കുട്ടിയെ മുസ്ലിം രക്ഷിതാവും മുസ്ലിം അധ്യാപകനും പറയുന്നത് അള്ളാഹ് തീയിലിട്ട് പൊരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. മദ്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ? മദ്യത്തിന്റെ പ്രശ്നം എന്താണ്? അതെങ്ങനെയാണ് ജീവിതത്തെ ബാധിക്കുക? അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവും വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതിന്റെ വരും വരായികകളൊക്കെ വിശദീകരിച്ചു കൊടുക്കുക. എന്നിട്ട് അത് പിന്നെയും ഉപയോഗിക്കുന്നവനെ സംബന്ധിച്ച് അത് ഉപയോഗിച്ചേ തീരൂ എന്നുള്ളവരെ സംബന്ധിച്ച് അതിന്റെ ലിമിറ്റേഷനും ഇതൊക്കെ പരിശീലിപ്പിക്കുക എന്നത് വളരെ പ്രസക്തമാണ്. അതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള പരിച അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്.
അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് ഒരു തിന്മയും നാട്ടിൽ ഇല്ലാതാവൂല കൂട്ടരെ. അങ്ങനെയാണെങ്കിൽ മദ്രസകളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടൂലല്ലോ. ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നതാണ് ദൈവം വിലക്കിയ തിന്മകൾ വിശ്വാസികൾ ചെയ്യാൻ കാരണം എന്നത് ഏത് ഉട്ടോപ്യൻ വാദമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മദ്രസകളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ കാരണം മതം അനുവദിച്ചത് കൊണ്ടാണോ? അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദുമാരും മദ്രസയിലെ ഉസ്താദുമാരും ദർസ് നടത്തുന്ന ഉസ്താദുമാരും മുഴുവൻ നിരീശ്വരവാദികളാണോ? നിങ്ങൾ മറുപടി പറയണം. ഇനി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കണക്കെടുത്തോ? നിങ്ങൾ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത മദ്യം, മയക്കുമരുന്ന്, അതുമായി ബന്ധപ്പെട്ട അക്രമ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ കണക്ക്, നിങ്ങൾ മതം വിട്ടവരുടെ കണക്ക് ജനസംഖ്യാനുപാതികമായിട്ട് നിങ്ങൾ എടുക്കുന്നത് പോലെ നിങ്ങളൊന്ന് എടുക്ക്. അതിൽ മുസ്ലിങ്ങൾ എത്ര, ഹിന്ദുക്കൾ എത്ര, ക്രിസ്ത്യാനികൾ എത്ര, ദൈവവിശ്വാസമുള്ളവരെത്ര, ഇല്ലാത്തവരെത്ര എന്നതിന്റെ കണക്കുകൾ പരിശോധിച്ച് നോക്ക്. അതിൽ മുഴച്ചു നിൽക്കുക തീർച്ചയായിട്ടും ഇസ്ലാം മത വിശ്വാസികളായിരിക്കും. കാരണം ഞാനത് മുസ്ലിങ്ങളെ ആക്ഷേപിക്കല്ല, നിങ്ങൾ ഒരു ശരി തെറ്റ് പഠിപ്പിക്കുന്നതിലുള്ള വൈകല്യമാണ് പ്രശ്നം. നിങ്ങൾ മോഷ്ടിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത്, നിങ്ങൾ കളവ് പറയരുത് എന്ന് പഠിപ്പിക്കുന്നത്, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന കാരണം അത് വൈകല്യമുള്ളതാണ്. ഇത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്ന ഒരു വെയ്ഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആവശ്യമുള്ള ആളുകൾക്ക് പരിശോധിക്കാം, പരിശോധിച്ച് നിങ്ങൾ കണക്ക് ബോധ്യപ്പെട്ടോളൂ. ഇവരൊക്കെ മുർത്തദ് ആയതിനു ശേഷം അല്ലെങ്കിൽ മതവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല, വിശ്വാസിയായിരിക്കെ. ഞാൻ ചോദിക്കട്ടെ, മുർത്തദ് ആയതിന്റെ പേരിൽ വീടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സ്വന്തം ഉമ്മയെയോ സഹോദരങ്ങളെ പോലും കാണാൻ അനുവാദമില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് നാട്ടില്. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടത് കൊണ്ട്, കള്ളനോട്ട് കേസ് പിടിക്കപ്പെട്ടത് കൊണ്ട്, സ്വർണ്ണക്കടത്തിലോ കള്ളക്കടത്തിലോ കൊലപാതകത്തിലോ മയക്കുമരുന്നിലോ മദ്യ കച്ചവടത്തിലോ എന്തെങ്കിലും ഏർപ്പെട്ടതിന്റെ പേരിൽ ഊര് വിലക്കപ്പെട്ട, മഹല്ല് വിലക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? അവര് മുർത്തദായിരുന്നെങ്കിൽ അവരെന്നോ പടിക്ക് പുറത്താണ്. അപ്പൊ ഈ കേസിൽ പിടിക്കപ്പെടുന്നവരും ഈ പ്രശ്നത്തിൽ ചെന്നുപെടുന്നവരും ഒക്കെ മുസ്ലിങ്ങളാണ്. ഒരാൾ കള്ളു കുടിച്ചോണ്ടോ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ അയാൾ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് നിങ്ങൾ ഏതൊരു ഉസ്താദിനോട് ചോദിച്ചു നോക്കി. പുറത്തു പോകൂല. അവര് പള്ളി കമ്മിറ്റിക്ക് കറക്റ്റായിട്ട് പിരിവ് കൊടുത്താൽ അയാൾ മഹല്ല് നിവാസിയാണ്, മുസ്ലിമാണ്. ബാക്കി അയാളുടെ കള്ള് കച്ചവടം, അയാളുടെ മയക്കുമരുന്ന് കച്ചവടം, അയാളുടെ ഹവാല ഇടപാടും അത് ഓനും പഠിച്ചോനും തമ്മിലുള്ള കാര്യമാണ് എന്നതാണ് ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഏകകണ്ഠമായ അഭിപ്രായം. അങ്ങനെയല്ലേ സാഹിബേ? ഞാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നത് അരിയൂർ മഹല്ലിലാണ്. വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മഹല്ലിൽ കുടുംബത്ത് കയറാൻ പറ്റാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവാം. പക്ഷെ അവിടെ കള്ളു കുടിക്കുകയും അവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതിന്റെ പേരിൽ വീടും കുടുംബവും കോഞ്ഞാട്ടാവുകയും ചെയ്ത മുഴുവൻ വീട്ടിലെയും കുട്ടികൾ അവർ നല്ല മുത്തൻ വിശ്വാസികളായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവർ, പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നവർ. അപ്പൊ ഈ പ്രശ്നത്തിന്റെ ഒക്കെ കാരണം ദൈവവിശ്വാസമില്ലായ്മയാണ്. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ മുർത്തദാവുന്ന പ്രവണത ഇല്ലാതായാൽ നാട്ടിൽ പിന്നെ കള്ളുകുടിയും മയക്കുമരുന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഏത് തരം വിഡ്ഢിത്തമാണ് എന്ന് ആലോചിക്കുക. ചോദ്യം ചോദിച്ച വ്യക്തിയും ഉത്തരം കേട്ട മണ്ണാർക്കാട്ടുകാരും ഒന്ന് ഇരുത്തി ചിന്തിക്കുക. നിങ്ങളുടെ ചുറ്റിലും പരിസരത്തിലുമുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മയക്കുമരുന്നും സാമൂഹ്യ തിന്മകളിലും ഏർപ്പെടുന്ന മുസ്ലിം പേരുള്ള ആളുകളിൽ എത്ര പേര് മുർത്തദ്ദുകൾ ഉണ്ട് എന്ന് നിങ്ങൾ കണക്കെടുത്തോ. എന്നിട്ട് അക്ബർ സാഹിബിനോട് പറ, ഇതൊന്ന് എന്താ പറയാ കൺസിൽ തരാൻ പറ, റീകൺസിൽ ചെയ്യാൻ പറ. അപ്പൊ അറിയാലോ കാര്യം. അപ്പൊ ഇത്തരം തെറ്റായ കാരണങ്ങൾ നിരത്തി തെറ്റായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ഇസ്ലാം മതത്തിനകത്തുള്ള വിശ്വാസികളുടെ കൊഴിഞ്ഞുപോക്കിനെ തടയാൻ കഴിയില്ല. ലൈംഗികത അത് വളരെയധികം നിയന്ത്രണങ്ങൾ ആവശ്യമില്ലാത്ത വിധം എന്റെ ശരീരം എന്റെ അവകാശമാണ് എന്ന് പറയുന്ന രൂപത്തിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ആ രൂപത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നതിൽ, ബ്രെയിൻ വാഷ് ചെയ്യുന്നതിൽ നമ്മുടെ എന്റർടൈൻമെന്റുകളും നമ്മുടെ സീരിയലുകളും സിനിമകളും നോവലുകളും എല്ലാം അടക്കുന്നതിനാണ് ഞാൻ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ മീഡിയകളും എല്ലാം വിജയിച്ചു കഴിഞ്ഞ ഒരു സാമൂഹ്യ പരിസരത്തിലാണ് നമ്മളുള്ളത്. എന്റെ ശരീരം എന്റെ അവകാശം തന്നെയാണ് അക്ബർ സാഹിബ്, സാഹിബിന്റെ ശരീരം സാഹിബിന്റെ. അതല്ലാതെ ഒരു വ്യക്തിയുടെ ശരീരം മറ്റൊരു വ്യക്തിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുന്ന സംവിധാനം അത് ഇസ്ലാമിലുള്ളൂ. ഒരാളുടെ ശരീരം അയാളുടെ അവകാശം തന്നെയാണ്, അതിലെന്താ സംശയം? അതല്ലാതെ ഇന്ന തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണം മഹറിന് പകരമായി എന്റെ ശരീരം എന്റെ ഭർത്താവിന് ഞാൻ കാലാകാലത്തേക്ക് തീറെഴുതി കൊടുക്കുന്നു എന്ന ഒരു കരാർ ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. അത് അമാനുഷികമാണ്, സ്ത്രീവിരുദ്ധമാണ്. അപ്പൊ എല്ലാ മനുഷ്യരും അവരവരുടെ ശരീരത്തിന്റെ അവകാശികൾ തന്നെയാണ്. അവനവരുടെ ശരീരം അവനാൻ തന്നെയാണ്. അത്തരം വാദഗതികളൊക്കെ എത്ര വികലമാണെന്ന് ആലോചിക്കും. ആ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായും കുട്ടിക്ക് മതബോധനങ്ങൾ അതിനെല്ലാം തടഞ്ഞു നിൽക്കുന്നതാണ്. ആ തടഞ്ഞു നിർത്തുന്ന മതബോധനങ്ങളെ, ആ മതത്തിന്റെ അതിരുകളെ അതിലംഘിക്കുവാൻ തക്കതായ ഒരു സാമൂഹ്യ സംവിധാനം ഉണ്ടാക്കുകയും ആ സാമൂഹ്യ സംവിധാനത്തിന്റെ സിദ്ധാന്തമായി നാസ്തികത കടന്നു വരികയും, നാസ്തികത എന്നല്ല പറയേണ്ടത്,
ലിബറൽ മൂല്യങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മളുള്ളത്. അവിടെയാണ് ചികിത്സ ആവശ്യം. ഇസ്ലാമിനോടുള്ള വിരോധം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അത് തന്നെയാണ്. എന്താ സാഹിബ് പറഞ്ഞത്? ഇസ്ലാം മദ്യത്തെ എതിർക്കുന്നു, മയക്കുമരുന്നിനെ എതിർക്കുന്നു, ലൈംഗിക അരാജകത്വത്തെ എതിർക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു സിദ്ധാന്തമായി കൊണ്ട് നടക്കുന്നവർക്കൊക്കെ ഇസ്ലാമിനോട് ശത്രുതയാണ്. ചോദ്യകർത്താവിന്റെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് മൂല്യബോധനം നൽകി വളർത്തിക്കൊണ്ടുവന്ന കുട്ടികൾ ഇസ്ലാം മതത്തിനെതിരെയുള്ള വിമർശനങ്ങൾ, ഇസ്ലാമില് ലൈംഗിക കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കൂ, ഇസ്ലാമിൽ മദ്യം കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരിക, നമുക്ക് കള്ളുടിക്കാം, ഇത് പറഞ്ഞിട്ടാണോ ഇസ്ലാം മത വിമർശകർ പ്രബോധനം നടത്തുന്നത്? എന്ത് വിവരക്കേടാ പറയുന്നത്? ഒരു മനുഷ്യന്റെ ദൈവവിശ്വാസവും മതവിശ്വാസവും ആ ദൈവത്തെക്കുറിച്ചുള്ള ആ മതത്തിന്റെ അവകാശവാദവും ആ ദൈവികമായ നിയമത്തിന്റെ മാനവികതയും ഒക്കെ പരിശോധിച്ച് സാമാന്യമായിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സാമൂഹികമായി ആർജിച്ചടിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ, അവന്റെ സാമൂഹ്യ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് ഈ മതത്തിന്റെ നിയമങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും അവന്റെ ഉള്ളിലുള്ള ദൈവവിശ്വാസ സങ്കല്പത്തെ മതത്തിന്റെ ദൈവവുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ മതമോ അല്ലെങ്കിൽ ഈ മതത്തിന്റെ ദൈവമോ എന്തൊരു ദുരന്തനാണ് എന്ന് ഒരാൾക്ക് തോന്നുന്നതും, ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു ഭാഗത്ത് അതാണ് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് തമ്മിൽ എത്ര വ്യത്യാസം നിങ്ങൾ ആലോചിക്കൂ. ഒരാളുടെ വിശ്വാസം അധാർമിക പ്രവർത്തനത്തിന് ആസക്തി കൊണ്ട് നടക്കുന്നവന് മതം വിടണോ? ഇപ്പൊ കള്ളു കുടിക്കണമെങ്കിൽ അവന് മതം വിടണോ? വ്യഭിചരിക്കണവൻ മതം വിടണോ? ഇതൊക്കെ സാധാരണ വിശ്വാസികൾക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമല്ലേ? ഇതൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ മതത്തിനെതിരെ മതവിമർശകർ ഉന്നയിക്കുന്ന കാതലായ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ മാനവിക വിരുദ്ധത, അടിമത്തം പോലെയുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ ദുരന്തമായിട്ടുള്ള നിയമങ്ങൾ, അതേപോലെ തന്നെ സ്ത്രീ വിരുദ്ധത, ഈ നിയമത്തിന്റെ കാലഹരണപ്പെട്ട നിയമങ്ങൾ, ഗോത്രീയമായിട്ടുള്ള ചിന്താഗതി, വർഗീയത, അസഹിഷ്ണുത തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനെതിരെ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിടാൻ വേണ്ടി ഓൻ കള്ളനാണ്, ഓൻ കഞ്ചാവുകാരനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഏർപ്പാട്. വസ്തുതകളെ ഉൾക്കൊള്ളാനും ചോദ്യങ്ങളെയോ വിമർശനങ്ങളെയോ വസ്തുതാപരമായി അഡ്രസ് ചെയ്യാനും കഴിയാത്തവർ ചോദ്യം ഉന്നയിക്കുന്നവന്റെ തന്തക്ക് വിളിക്കും. അതാണ് നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇസ്ലാമിനോട് എന്തുകൊണ്ടാണ് കൂടുതൽ വിരോധം? ഇസ്ലാമാണ് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മതം എന്നതുകൊണ്ടാണ് എന്നാണ് അതിന് ഉത്തരം. ബാക്കി മതങ്ങളെല്ലാം മരിച്ച്, ഇസ്ലാമാണ് ജീവിച്ചിരിക്കുന്ന മതമെങ്കിൽ ഇസ്ലാം ഇപ്പൊ സക്കറാത്തുൽ മൗത്തിലാണ് എന്നാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം. ഞാൻ ഓടിച്ചു പോവാണ്. അതിനെതിരെ ഇസ്ലാമിന് ലോകത്തിന്റെ മുന്നിൽ നൽകാൻ കഴിയുന്ന ചരിത്ര പുരുഷനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ആത്മീയമായ ഔന്നത്യത്തിലെത്തണമെന്ന് പഠിപ്പിച്ച പ്രവാചകനല്ല. ജീവിതത്തെ എങ്ങനെ ദൈവിക മാർഗനിർദ്ദേശത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആസ്വദിക്കാമെന്ന് പ്രായോഗികമായി പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ്. അങ്ങനെയാണ് അദ്ദേഹം മാതൃകാ പുരുഷനാകുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചവൻ പ്രവാചകനെ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഈ ബടായി നിർത്തിയാൽ തന്നെ ഇസ്ലാം പകുതി രക്ഷപ്പെടും എന്ന് എനിക്ക് പറയാനുള്ളത്. ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനെ എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയാണ്, മാതൃകയാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള, നിറം പിടിപ്പിച്ചിട്ടുള്ള കഥകൾ, ഇന്നത്തെ കാലത്തെ മനുഷ്യരുടെ മുമ്പിൽ വിളമ്പാൻ പറ്റാത്ത വൃത്തികേടിന്റെ കഥകൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ആസക്തിയും ഭോഗാസക്തിയും നിറഞ്ഞ കഥകൾ, അതിന് തെളിവായി നിൽക്കുന്ന ഖുർആൻ വചനങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ മാതൃക തള്ളിപ്പിടിച്ച് ഇത് യാതൊരു മാറ്റമില്ലാത്ത ഉത്തമ മാതൃകയാണെന്ന് തള്ളിപ്പിടിച്ച് കൊണ്ടിരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യന് ആ നൂറ്റാണ്ടിലെ ആ മനുഷ്യർക്കിടയിലെ സംസ്കാരവും അവിടുത്തെ രീതിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് ഇന്നത്തെ കാലത്തെ മനുഷ്യർക്കും ഇനി വരാനിരിക്കുന്ന കാലത്തേക്കുമുള്ള മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇസ്ലാമിനെ പൊളിക്കാൻ വേറെ പുറത്തുനിന്ന് ആളെ ഇറക്കണ്ട. അപ്പം ഈ കുട്ടികളെ പോയിട്ട് അങ്ങനെ ഉണ്ടോ, എന്നാ പിന്നെ അതൊന്ന് നോക്കണല്ലോ. അപ്പൊ മുഹമ്മദ് നബീന്റെ കല്യാണ മാതൃകകൾ, മുഹമ്മദ് നബീന്റെ ലൈംഗിക സദാചാര മാതൃകകൾ കുട്ടികൾ വായിച്ചു നോക്കിയാൽ കുട്ടികൾ ഈമാൻ പോവും. അതിന് പകരം ഇതൊക്കെ ഈ രീതിയിൽ പറയാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ശ്രദ്ധ മാറ്റാൻ നോക്കൂ. മുഹമ്മദ് നബിയുടെ മാതൃക ഇവർ ഉയർത്തിപ്പിടിക്കുകയും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പരിശോധിക്കൂലേ, ഇന്ന സംഭവത്തിൽ എന്താണ് മാതൃക, ഈ വിഷയത്തിൽ ഇപ്പൊ എന്താണ് മാതൃക, ഇത് ചോദിക്കൂലേ? അപ്പൊ അതിന് പ്രവാചക നിന്നാന്ന് പറയും. ഇത് ആരെഴുതി വെച്ചു? നിങ്ങൾ ആരെ മാതൃകയാക്കി കൊണ്ടു നടക്കണം നിങ്ങൾ? എന്നാൽ അത് നമ്മൾ കിതാബിൽ നിന്ന് എടുത്ത് വായിച്ചാൽ മതനിന്ദ, മുഹമ്മദ് നബീനെ മോശാക്കുക, വല്ലാത്ത കഥകൾ. ആ പ്രവാചകന്റെ മാതൃക എന്നത് പ്രവാചകൻ ജീവിതത്തെ എങ്ങനെ ആസ്വദിക്കാമെന്ന്, ദൈവിക വിധിവിലക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ആസ്വദിക്കാമെന്ന്, അതിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ സമ്പാദിക്കാമെന്ന്, എങ്ങനെ ലൈംഗികത ആസ്വദിക്കാമെന്ന്,
എങ്ങനെ നാട് ഭരിക്കാമെന്ന്, ഇങ്ങനെയെല്ലാം പഠിപ്പിക്കുകയല്ല, പ്രായോഗികമായി കാണിച്ചു കൊടുത്തു കൊടുത്തയാളാണ്. ഇതാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെ ദൈവികമായ വിധിവിലക്കുകൾക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ലൈംഗികത ആസ്വദിക്കാം എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചടിച്ചിട്ടുണ്ടെന്ന്. ഇത് അന്വേഷിച്ചിട്ട് ഇത് വായിച്ചിട്ട് കിതാബ് എടുത്തിട്ട് ഐഷ് എന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ അയാളെ കുറ്റം പറഞ്ഞ കാര്യം? ഇത് നിങ്ങൾ പറയണത് ഇവർക്ക് ഭോഗാസക്തി ഉള്ളത് കൊണ്ടാണ് മുഹമ്മദ് നബിനെ കുറ്റം പറയണത്. നിങ്ങൾ എന്താ പറയണത്? ദൈവിക മാർഗത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ സുഖാസ്വാദനം നടത്താം എന്ന് മുഹമ്മദ് നബീന്റെ മാതൃക ഉണ്ട്. തോട്ടത്തിലേക്ക് പോയ കഥ പ്രസക്തമാവുന്നത് അവിടെയല്ലേ? തോട്ടത്തിലേക്ക് പോയ കഥ മറ്റൊരു സുഹൃത്ത് ഇതേ മണ്ണാർക്കാടുത്ത പരിപാടിയിൽ തോട്ടത്തിലെ കഥയല്ല, ഒരു ഉദാഹരണം എന്ന രീതിയിൽ അത് ചോദിക്കുന്നുണ്ട്, ഹദീസുകളുടെ പ്രാമാണികത ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഹമ്മദ് നബിനെ കുറിച്ച് എഴുതി പിടിപ്പിച്ച ഈ വൃത്തികെട്ട കഥകളൊക്കെ അദ്ദേഹത്തിന്റെ മാതൃകയുടെ അംശമാണ് എന്ന് വിശ്വസിക്കണം എന്ന് ശഠിക്കുന്നവർ അതിലെ മാതൃകകളെ വിശകലന വിധേയമാക്കുമ്പോൾ വെപ്രാളപ്പെടുകയും അവർ ഭോഗാസക്തി കൊണ്ടവരാണ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് സാഹിബ്? നിങ്ങൾ ഇത് എന്താണ്? നിങ്ങൾ വെളിവും വെള്ളിയാഴ്ചയൊക്കെ പോയോ? ആ പ്രവാചകനെ കല്ലെറിഞ്ഞാൽ ആ പ്രവാചകൻ കൊള്ളരുതാത്തവരാണ് എന്ന് വരുത്തി തീർത്താൽ അതോടുകൂടി ജീവിതാസ്വാദനത്തിന് ദൈവിക മാർഗനിർദ്ദേശമാണ് വേണ്ടത് എന്നതിനുള്ള ചരിത്രത്തിലെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് നിഷ്കാസിതമാവുക. അതുകൊണ്ടാണ് പ്രവാചകനെതിരെയുള്ള കല്ലേറ്. മുഹമ്മദ് നബി ലൈംഗിക സദാചാരത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന ആളാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വട്ടത്തിൽ നിന്ന് കല്ലെറിയുന്നു എന്നാണ് അക്ബർ സാഹിബ് ഇവിടെ വിടുവായത്തം പറയുന്നത്. ഞാൻ ഇതിന് മറുപടി പറയാൻ അർഹിക്കുന്നില്ല. അക്ബർ പറഞ്ഞ ഈ കാരണം കൊണ്ട് മുഹമ്മദ് നബിയെ ഈ വീഡിയോയിൽ ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എത്ര വേങ്ങി കൊടുത്താലും മതിയാവാത്ത ഒരു പ്രശ്നം ഇവർക്കുണ്ട്. നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇത് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ ഇനി വീണില്ല. കേവലമായി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനപ്പുറത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ മതബോധനം ആവശ്യമുണ്ട്, മതബോധന രംഗത്ത് പരിഷ്കരണം ആവശ്യമുണ്ട്, നമ്മുടെ പാരന്റിങ്ങിന്റെ രംഗത്ത് പരിഷ്കരണം ആവശ്യമുണ്ട്, നമ്മൾ മക്കളെ വളർത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന വിഷയത്തിൽ പരിഷ്കരണം ആവശ്യമുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ പരിഷ്കരണം ആവശ്യമുണ്ട്, ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എന്തിനൊക്കെ ആശ്രയിക്കണമെന്ന വിഷയത്തിൽ പരിഷ്കരണം ആവശ്യമുണ്ട്, പല കാര്യങ്ങളിലും ഇടപെടലുകൾ ആവശ്യമുണ്ട്. അപ്പൊ ഇടപെട്ടോടത്തോളം കോഞ്ഞാട്ടാക്കിയിട്ടുണ്ട്, ഇനി ആദ്യം ഇടപെടണം എന്നാണ് ഇപ്പോ സാഹിബ് പറഞ്ഞത്. ചോദ്യകർത്താവിന്റെ ചോദ്യം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ്. നമ്മളെ പോരായ്മയായിരുന്നു, നമ്മൾ ചെയ്തോടത്തൊക്കെ പേവുണ്ടായിരുന്നു, നമ്മൾ ഇനി അത് ആദ്യം ശ്രദ്ധിക്കണം, ശരിയാക്കണം എന്നാണ് സാഹിബ് പറഞ്ഞത്. നിങ്ങൾ ശരിയായിക്കോളി. പക്ഷെ നിങ്ങൾ പറഞ്ഞ പ്രശ്നം തെറ്റാണ്. നിങ്ങൾ പ്രശ്നം വസ്തുതാപരമല്ല. നിങ്ങൾ പ്രശ്നത്തെ അനലൈസ് ചെയ്തത് തെറ്റാണ്. തെറ്റായ രോഗനിർണയം, ആ രോഗനിർണയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചികിത്സ ദുരന്തമായിരിക്കും. മനസ്സിലായോ? അതാണ് എനിക്ക് പറയാനുള്ളത്. സാഹിബ് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ നടത്തിയിട്ടുള്ള രോഗനിർണയവും അതിന് നിർദ്ദേശിക്കപ്പെട്ട ചികിത്സയും ഈ രോഗത്തിന്റെ ആഴം വ്യാപ്തി വർദ്ധിപ്പിക്കും. ഇസ്ലാം കൂടുതൽ അപകടത്തിലേക്ക് പോകും. ഇസ്ലാം വിട്ട ആളുകൾ പുറത്തോട്ട് കൂട്ടമായി ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്നൊക്കെ പറഞ്ഞതിന്റെ നേരെ വിപരീതം സംഭവിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇസ്ലാം മതത്തെ രക്ഷിക്കണം എന്നുള്ള ആളുകൾ ആദ്യം അക്ബർ സാഹിബിനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളി. കാരണം അക്ബർ സാഹിബ് പ്രബോധിപ്പിച്ചിട്ടാണ് ഈ കോലത്തിൽ നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അക്ബർ സാഹിബ് പ്രബോധിപ്പിച്ചിട്ടാണ് കുറെ പേര് ഇവിടുന്ന് IS പോയത്, കുറെ പേര് ഇസ്ലാം വിട്ടുപോയി. അങ്ങനെയെല്ലാം മാത്രമേ നമുക്ക് പുതിയ തലമുറയെ ഈ അപകടകരമായ കാരണം ദൈവനിഷേധം എന്നതല്ല അപകടം. ദൈവനിഷേധം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാലാന്തരങ്ങളിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇവിടെയുള്ളത് ദൈവനിഷേധം എന്ന അപകടം മാത്രമല്ല, ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമായി ഒരു വളരെ വൃത്തികെട്ട ഒരു അധാർമികമായ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റെ അനുരണനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ നാട്ടിൽ ഇന്ന് ഇവർ മതവിശ്വാസമില്ലായ്മ കൊണ്ടുണ്ടാവുന്നത് എന്ന് പറയുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം മതാടിസ്ഥാനത്തിലുള്ള ധാർമ്മിക മൂല്യബോധനമാണ്. ഒരു സംശയമല്ല. നിങ്ങൾ സാമൂഹിക ധാർമ്മികതയും വ്യക്തിയുടെ ധാർമ്മികതയും അതേപോലെ തന്നെ എത്തിക്സും ഒക്കെ മൊറാലിറ്റിയും ഒക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാം. അതിൽ ഒരു ജാതി ഒരു മതം എന്നൊന്നും മാറ്റിയെടുക്കണ്ട. മതങ്ങളല്ല ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്റെ ധാർമ്മിക മൂല്യ പരിശീലനം നൽകേണ്ടത്. അത് ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ്. അത് സർക്കാരുകൾ ഏറ്റെടുക്കണം. മൊറാലിറ്റി പഠിപ്പിക്കല്, ഒരാളുടെ ഒരാളുടെ പൗരബോധം, അവരുടെ ജനാധിപത്യ സംസ്കാരം, അവന്റെ ധാർമ്മികത, സാമൂഹ്യ ധാർമ്മികത, ഭരണഘടനാ മൂല്യങ്ങളുമായിട്ടുള്ള പ്രതിബദ്ധത, ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. ഇത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ കൂടി ബാധ്യതയായിട്ട് നമ്മൾ എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്. മദ്യം, മയക്കുമരുന്നും ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഹൃദയഭേദകമായ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള
ഒരു 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 എന്താ പറയാ മൂല്യബോധനത്തിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് കേവലമായ മതാധ്യാപനങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു പൗരനായി ജീവിക്കുമ്പോൾ, കേരളത്തിലെ ഒരു വ്യക്തിയായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, അയാൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്തുകൊണ്ട് ചെയ്യണ്ട, എന്ത് ശരി, എന്ത് തെറ്റ് എന്നതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അധ്യാപനം, പരിശീലനം, അത് ഭരണഘടനാനുസൃതമായി ജനാധിപത്യ രീതിയിൽ പൗരബോധവും ധാർമ്മികതയും ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ ധാർമ്മികത പഠിപ്പിക്കുന്നിടത്ത് നിന്ന് മതങ്ങളുടെ കുത്തക അവസാനിപ്പിക്കാതെ ഈ നാട് നന്നാവുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണം. അതിന് എനിക്ക് എന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വേറൊരു അവസരത്തിൽ അതൊരു വിഷയമായിട്ട് തന്നെ പറയാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ല അക്ബർ പറഞ്ഞത്. മതം വിട്ടുപോകുന്നവരൊക്കെ പ്രശ്നക്കാരാണ് എന്ന് പൊതുവിൽ ചിത്രീകരിക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തിയെന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നും എന്താണ് ഇതിന് പരിഹാരം എന്നതിലും യാതൊരു നിർദ്ദേശവും, ക്രിയാത്മകമായിട്ടുള്ള യാതൊരു നിർദ്ദേശവും അക്ബർ സാഹിബ് മണ്ണാർക്കാട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് അക്ബർ സാഹിബിന്റെ ഈ മറുപടി കേട്ടിട്ട് കൂടുതൽ മുർത്തദ്ദുകൾ ഉണ്ടാവാനാണ് സാധ്യത എന്ന് മാത്രമാണ് മണ്ണാർക്കാട്ടുകാരോട് മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറയാനുള്ളത്. ആ ചോദ്യം ചോദിച്ച സുഹൃത്തിനും പരിപാടി സംഘടിപ്പിച്ചവർക്കുള്ള പ്രത്യേക നന്ദി, മണ്ണാർക്കാട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അവർ തിരഞ്ഞെടുത്തതിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മണ്ണാർക്കാട് നടത്തിയിട്ടുള്ള ഈ പരിപാടിയിലെ മറ്റൊരു ചോദ്യം, അതിന്റെ ഉത്തരവും നമുക്ക് വരും ദിവസങ്ങളിൽ ഒരിക്കൽ പരിശോധിക്കാം. അതേപോലെ തന്നെ ഈ ഒരു പരമ്പര, നമ്മൾ ഇവരുടെ ഈ തെരുവ് വിചാരണ, അതിന്റെ റിയാക്ഷൻ വീഡിയോകൾ അക്ബറും ഇസ്ലാമും തെരുവിൽ എന്ന ടൈറ്റിലിൽ നമ്മൾ തുടരുകയും ചെയ്യും.